ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവരും ഡിന്നർ കഴിച്ചോ? എന്തൊക്കെയാണ് കഴിച്ചത്? അപ്പോൾ ഞാൻ ഇന്ന് മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിയിട്ട് എനിക്ക് 1/2 കിലോ ചെമ്മീൻ കിട്ടി. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ ഞാൻ മുളകിട്ട് വെച്ചു. സാധാരണ ഞാൻ മസാലക്കറി പോലെ വെക്കും, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇന്ന് ഞാൻ മുളകിട്ട് വെച്ചു. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ എന്നൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മീൻ വെക്കുന്ന ഒരു ചട്ടിയുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ 8 അല്ലി ചെറിയുള്ളി, 5 വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി നന്നായി വഴന്നതിന് ശേഷം ഉള്ളിക്കൊരു ചെറിയ ബ്രൗൺ കളർ പോലെ വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു തക്കാളി കീറിയിട്ട് അതിനകത്ത് ഇടുക. ഒരു തക്കാളിയിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പുളി ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് പുളി കൂടുന്നത് കൊണ്ട് ഒരു തക്കാളി മതി. അപ്പോൾ ഇതെല്ലാം നന്നായി വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയിട്ട് ഒന്ന് മൂടി വെക്കണം. മൂടി വെക്കുന്നത് ഞാൻ ഇതിനകത്ത് എടുത്തില്ല. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി വെന്തതിന് ശേഷം, മൂടി വെക്കുമ്പോൾ ഈ ആവിയിൽ എണ്ണയിൽ വെന്തതിന് ശേഷം ഇഞ്ചി ആദ്യം അതിനകത്ത് ഇടാൻ മറന്നു. അതായിട്ട് രണ്ടാമതൊരു ഇഞ്ചി അതിപ്പോൾ ഇട്ടത്. അപ്പോൾ അതെല്ലാം കൂടെ യോജിപ്പിച്ച് നന്നായി വെന്തതിന് ശേഷം അതിനകത്ത് പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. സാധാരണ മുളക് പൊടി ഞാൻ മറ്റേ കാശ്മീരി ഉപയോഗിക്കൽ കുറവാണ്. അപ്പോൾ സാധാ മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ 2 സ്പൂണ് കുറച്ച് ചെറിയ രീതിയിൽ 2 ടീസ്പൂൺ, 6 ടീസ്പൂണാണ് ഇട്ടത്. അപ്പോൾ എല്ലാം കൂടെ നന്നായി എണ്ണയിൽ വഴറ്റി അത് ഭംഗിയായിട്ട് ഒന്നും കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് വേവിക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അത് കുറച്ചും കൂടെ അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പിന്നെ ക്ലീനാക്കി വെച്ച നല്ല ചെമ്മീൻ ക്ലീനാക്കി വെച്ചത് അതിനകത്ത് ഇടുക. ഈ നമ്മളിത് വഴറ്റി നന്നായിട്ട് ഈ എണ്ണയിൽ വെന്ത് കഴിഞ്ഞാൽ ഈ പുളിരസമെല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക. നല്ലോണം വേവിച്ചതിന് ശേഷം വെന്ത് വരുമ്പോൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം വെന്തതിന് ശേഷം അത് ചെറിയ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ മാറ്റി വെക്കുക. മാറ്റി വെച്ച് ഞാൻ രാത്രി ഡിന്നറിന് ഉണ്ടാക്കിയത് ഗോതമ്പ് റവ ഉപ്പുമാവാണ്. അപ്പോൾ ഗോതമ്പ് റവ ഉപ്പുമാവും പിന്നെ ചെമ്മീൻ മുളകിട്ട് വെച്ചതും, പിന്നെ 2 ചെറിയ പഴം, നമ്മളെ നാട്ടിൽ ചെറിയ പഴത്തിന് സോദരിപ്പഴം എന്നാണ് പറയുക. അപ്പോൾ സോദരിപ്പഴം 2 ഗോതമ്പ് റവ ഉപ്പുമാവ്, പിന്നെ അതേപോലെ ചെമ്മീൻ മുളകിട്ട് വെച്ചത്. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. നിങ്ങളുടെ ഡിന്നർ എന്തെല്ലാമെന്ന് പറയുമോ? നിങ്ങൾക്ക് വോയിസ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ? സംസാരിക്കുന്ന എൻ്റെ ഭാഷയും ഭക്ഷണ രീതികളെല്ലാം നിങ്ങൾക്ക് ഓക്കെയാണോ? എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ. ഒന്ന് പറ്റുമെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. ഒന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.